ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വരുന്നത്. ഇന്ന് ഈ വീഡിയോ ഇടുന്നതിൻ്റെ മെയിൻ റീസൺ, ഒരു യാത്ര പോവുകയാണ്. അതും കേരളത്തിലല്ല, തമിഴ്നാടിൻ്റെ തഞ്ചാവൂരിലേക്ക്. തമിഴ്നാടിൻ്റെ തനതായ സംസ്കാരം നിലനിർത്തുന്ന തഞ്ചാവൂരിലേക്ക്. ഈ യാത്ര തുടങ്ങുന്നത് എൻ്റെ നേറ്റീവായ കോട്ടയത്ത് നിന്നാണ്. എല്ലാ ദിവസവും കോട്ടയത്ത് നിന്ന് 5:20 സ്റ്റാർട്ട് ചെയ്ത് എറണാകുളം ജംഗ്ഷൻ വരെ പോകുന്ന കോട്ടയം എറണാകുളം പാസഞ്ചറിലാണ് ഞാൻ പോകുന്നത്. എറണാകുളത്ത് എത്തിയതിനു ശേഷം 3 മണിക്കൂർ ലേ ഓവർ കഴിഞ്ഞ് 10:25 ഈ ട്രെയിൻ കാരയ്ക്കൽ പോകുന്നതാണ്. ഇപ്പോൾ എറണാകുളം സൗത്ത് എത്തിയിട്ടുണ്ട്. 3 മണിക്കൂറിന് ശേഷം ഈ ട്രെയിൻ നേരെ കാരയ്ക്കലേക്ക് പോകുന്നത്. 10:30 ഈ ട്രെയിൻ എടുക്കുന്നത്. ആ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തഞ്ചാവൂർ ഇറങ്ങുന്നത്. മേ ബി ചിലർക്ക് എറണാകുളം സൗത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എറണാകുളം ജംഗ്ഷനാണ് ഞാൻ റെഫർ ചെയ്യുന്നത്. സമയം 6:56. വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ നേരെ ഒരു കടയിൽ കയറി ഷവർമ കഴിച്ചു. ഇറ്റ് വാസ് നോട്ട് ബാഡ് അറ്റ് ഓൾ, ബട്ട് എന്തൊക്കെയോ മിസ്സിംഗ് ഉണ്ടായ പോലെ തോന്നിയിരുന്നു. അങ്ങനെ 3 മണിക്കൂറിൻ്റെ ലേ ഓവറിന് ശേഷം ഞാൻ എൻ്റെ സ്ലീപ്പർ കോച്ചിലൂടെ നടന്നു തുടങ്ങി. ഞാനിപ്പോൾ കാണിക്കുന്ന ടൈമിൽ അടുത്തെങ്ങും ആരുമില്ല, എംറ്റി ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ചറപറാന്ന് ആൾക്കാർ വന്നു തുടങ്ങി. അവരുടെ കോൺവെർസേഷനിൽ നിന്നും എനിക്ക് മനസ്സിലായത് എല്ലാവരും തഞ്ചാവൂരിലേക്കാണെന്ന്. ഞാൻ മാത്രമേ ഒരു സോളോ ട്രാവലറായിട്ട് അവിടെ ഉള്ളൂ, ബാക്കി എല്ലാവരും ഫാമിലീസാണ്. എന്തായാലും ഒരു ഉറക്കം പാസ്സാക്കിയതിന് ശേഷം കാണാം. അത്ര വലിയ സുഖകരമല്ലാത്തൊരു ഉറക്കം ഉറങ്ങിയതിന് ശേഷം ഞാൻ എഴുന്നേറ്റു. സമയം 7:15. അങ്ങനെ ട്രെയിൻ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ എത്തിയപ്പോൾ തന്നെ നല്ല ചൂട് 2 സമൂസ വാങ്ങി കഴിച്ചു. ടു ബി ഓണസ്റ്റ്, റീസെൻ്റ്ലി കഴിച്ചതിൽ ദ ബെസ്റ്റ് സമൂസ ഐ ഹാഡ്. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ വിട്ടതിന് ശേഷം റെയിൽ പാളങ്ങൾക്കരികിൽ കുറെ പിങ്ക് ഫ്ലവേഴ്സ് പൂത്തു നിൽക്കുന്നതായി കണ്ടു. തിരുച്ചിറപ്പള്ളി ടു തഞ്ചാവൂർ ഏകദേശം 57 കിലോമീറ്റേഴ്സ് ഉണ്ട്. ട്രെയിൻ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് റീച്ച് ആകും. അങ്ങനെ ട്രെയിൻ തഞ്ചാവൂർ ജംഗ്ഷൻ എത്താറായി. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി അധികം മലയാളീസ് ഇപ്പോൾ വന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് തഞ്ചാവൂർ എന്ന്. അങ്ങനെ എക്സിറ്റ് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. വീഡിയോസിൽ കാണുന്ന പോലെ തഞ്ചാവൂർ റെയിൽവേക്ക് അടുത്തൊരു റീഫ്രഷ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്. പക്ഷേ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ഞാനൊരു റൂം എടുക്കാമെന്ന് കരുതി. ആദ്യമേ ചെന്നപ്പോൾ ഹൈ പ്രൈസാണ് പറഞ്ഞതെങ്കിലും വില പേശിയും പിന്നെ ഒരാളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വില കമ്മിയാക്കി തന്നു. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് ചെന്ന പാടെ ഉറങ്ങാൻ തോന്നി. പക്ഷെ ഒന്ന് റീഫ്രഷ് ആയിട്ട് വേണം സുഗമമായിട്ടൊന്ന് ഉറങ്ങാൻ. അപ്പോൾ തഞ്ചാവൂരെത്തി. നല്ലപോലെ ടയർഡായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു 4:30 ഇറങ്ങിയതാണ് ഇന്നലെ. എറണാകുളത്ത് എത്തിയപ്പോൾ 7 മണി. അവിടെ നീ ട്രെയിൻ കയറിയപ്പോൾ 10:30. അതിനിടയ്ക്ക് തന്നെ RIC സീറ്റ് ആയതുകൊണ്ട് തന്നെ 2 TTR വന്ന് ചെക്ക് ചെയ്തിട്ട് പോയി. കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ശല്യപ്പെടുത്തിയിട്ട് പോയി. പിന്നെ 5 മണിക്ക് എഴുന്നേറ്റ് തന്നെ. പിന്നെ അതിനുശേഷം ഉറങ്ങിയിട്ടില്ല, ഉറക്കം വന്നിട്ടില്ല. അതിന് മാത്രം ബഹളം വരുന്നു ആ ബോഗിയിൽ. ഇപ്പം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ ഒന്നും നല്ലപോലെ മയങ്ങാനായിട്ട് സമയമില്ല. കാരണം ഇപ്പൊ തന്നെ മണി 10 ആവാറായി. അതുകൊണ്ടൊന്ന് ചെറിയൊരു മയക്കത്തിന് ശേഷം നമുക്ക് ബൃഹദീശ്വര ക്ഷേത്രവും തഞ്ചാവൂർ പാലസ് മ്യൂസിയം ഒക്കെ കാണാൻ പോകാം. അങ്ങനെ 2 മണിക്കൂർ നന്നായി ഉറങ്ങിയതിന് ശേഷം കുളിച്ച് കുട്ടപ്പനായി ഞാൻ നേരെ നടന്നു തുടങ്ങി. ആദ്യമേ എൻ്റെ ഡെസ്റ്റിനേഷൻ തഞ്ചാവൂർ പാലസാണ്. 1.5 വർഷത്തോളം ചെന്നൈയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കരുതി ചെന്നൈയിലെ ചൂട് വേറെ എവിടെയും തമിഴ്നാട്ടിലില്ല എന്ന്. ബട്ട് ഇവിടെ വന്നപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലായി. കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ തഞ്ചാവൂരിലെ ചൂട് 38 തൊട്ട് 40 ഡിഗ്രി വരെയാണ്. ചൂട് സഹിക്കവയ്യാതെ നടന്ന് ക്ഷീണിച്ച് ചെന്നത് ഈ ഹിന്ദിക്കാരൻ ചേട്ടൻ്റെ കടയിലാണ്. അവിടെ ചെന്ന് ഒരു ബദാം ഷേക്ക് പറഞ്ഞു. 40 രൂപയ്ക്ക് റീഫ്രഷ് ആവാൻ ബെസ്റ്റാണ് ഡ്രിങ്ക്. എൻ്റെ റൂമിൽ നിന്ന് ഏകദേശം 1.6 കിലോമീറ്റേഴ്സ് ആണ് തഞ്ചാവൂർ പാലസിലേക്കുള്ള ദൂരം. റാപ്പിഡോ ആപ്പിൽ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തിട്ട് ആരും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് നടന്നു. ഓട്ടോ ആണെങ്കിലോ ഇരട്ടി വിലയും. ഇതാണ് തഞ്ചാവൂരിലൂടെ ഒഴുകുന്ന ദ ഗ്രാൻഡ് അനിക്കട്ട് അല്ലെങ്കിൽ അണക്കെട്ട് കനാൽ. നല്ല ഒഴുക്കുള്ള കനാലാണിത്. അങ്ങനെ ഹൈവേയിൽ നിന്നും മാറി കുറച്ച് ഒതുങ്ങിയൊരു റോഡിലൂടെ പാലസ് ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. ഇതിലൂടെ നടന്ന് അവിടം വരെ ചെല്ലുക ഇച്ചിരി കഠിനമാണ്. പോകും വഴി ഇതുപോലെ പഴയ കെട്ടിടങ്ങളും കോവിലുകളും പടുകൂറ്റൻ ബിൽഡിങ്ങുകളും നമുക്ക് കണ്ടുപോകാവുന്നതാണ്. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് ഇവിടെ നിന്ന് വെറും 500 മീറ്റർ മാത്രമേ ഉള്ളൂ ഇനി തഞ്ചാവൂർ പാലസിലോട്ട്. 1.5 കിലോമീറ്റർ വെയിൽ കൊണ്ട് ആകെ നടന്ന് കരിഞ്ഞ അവസ്ഥയിലാണ് ഞാൻ. നമ്മുടെ മുന്നിൽ കാണുന്നതാണ് തഞ്ചാവൂർ പാലസിലോട്ടുള്ള പ്രവേശന കവാടം. ഈ പ്രവേശന കവാടത്തിന് മുൻപിലായിട്ട് 2 വലിയ ആനകളുടെ പ്രതിമ മാത്രം കാണാം.
അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ മരങ്ങളാൽ ചുറ്റപ്പെട്ടതുകൊണ്ട് അത്രയും നേരം വെയിൽ കൊണ്ടുവന്നതിൽ നിന്നും ഒരു ചെറിയ ആശ്വാസം നമ്മൾക്കുണ്ടാവും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഉച്ചയ്ക്ക് 12:30 തൊട്ട് 1:30 വരെ ക്ലോസ്ഡ് ആണ്. ഒന്നുകിൽ നിങ്ങൾ അതിന് മുൻപെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ വരാൻ ശ്രമിക്കുക. എന്നാലും വിദേശികൾക്ക് എന്തിനാണ് ഇവർ ടിക്കറ്റിന് 4 ഇരട്ടി രൂപ ഈടാക്കുന്നത് എന്നതിനുള്ള ഉത്തരം ഇന്നും ബാക്കിയാണ്. ഇനി നമുക്ക് ചരിത്രത്തിലോട്ട് പോകാം. CE 6-ാം നൂറ്റാണ്ടിൽ മുത്തരായരും പിന്നെ വിജയാലയ ചോളരും ആദിത്യ ചോളൻ ഒന്നാമനും പരാന്തക ചോളൻ ഒന്നാമനും രാജരാജ ചോളൻ ഒന്നാമനും പാണ്ഡ്യവംശവും ദില്ലി സുൽത്താൻമാരും അതിനുശേഷം വിജയനഗര സാമ്രാജ്യവും അച്യുതപ്പ രഘുനാഥ വിജയരാഘവ നായകുമാരും പിന്നെ മറാത്ത രാജ്യവും ഭരിച്ചിരുന്ന ഒരിടമാണ് തഞ്ചൈ അഥവാ തഞ്ചാവൂർ. ഈ പാലസ് അറിയപ്പെടുന്നത് തഞ്ചാവൂർ മറാത്ത പാലസ് എന്നാണ്. പക്ഷെ അത് നിർമ്മിച്ചത് പേര് പോലെ മറാത്ത വംശമല്ല, പകരം നായക് വംശമാണ്. അതും 16-ാം നൂറ്റാണ്ടിൽ. പിന്നീട് മറാത്ത വംശം ഭരിക്കുകയും അവിടുത്തെ രാജാവായ സെർഫോജി രണ്ടാമനാണ് കുറച്ച് വികസനം കൊണ്ടുവന്നത്. ആദ്യമേ തന്നെ ടിക്കറ്റിന് 50 രൂപ അടച്ചിട്ട് പിന്നീട് ഓരോ ഇടങ്ങളിൽ കയറുമ്പോൾ 5 രൂപ വെച്ച് ടിക്കറ്റ് എടുക്കുമ്പോൾ അത് ചെറിയൊരു തട്ടിപ്പായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പലയിടങ്ങളിലും ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും നിരോധിച്ചതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിൽ കുറെ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ കുറെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ പാലസിന്റെ അങ്ങുമിങ്ങും ഒക്കെയുണ്ട്. ഇത് തഞ്ചാവൂർ പാലസിലെ ഒരു തുരങ്കമാണ്. ഈ തുരങ്കം ചെല്ലുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തമായ പല ഇടങ്ങളിലേക്കാണെന്ന് കേട്ടിരുന്നു. ഇങ്ങോട്ടേക്ക് പ്രവേശന നിരോധിത മേഖല ആയതുകൊണ്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇവിടമാകട്ടെ വീഡിയോ ചിത്രീകരിക്കാനും പാടില്ല. പല സ്ഥലങ്ങളിലും പണ്ടുകാലത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ചീപ്പ് മുതൽ വലിയ കുപ്പായങ്ങൾ വരെയും വാളുകൾ, നാണയം, കിരീടം അങ്ങനെ എല്ലാം കാണാം. പക്ഷെ അവയൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ പാടുള്ളതല്ല. ഈ പണിത് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനൊക്കെ ഒരു ഉത്തരേന്ത്യൻ ടച്ച് ഉള്ളത്. പാലസിന്റെ പല മതിലുകളിലും നമുക്ക് ഇതുപോലെ കുറെ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് തഞ്ചാവൂർ മറാത്ത പാലസിലുള്ള ദി ആർട്ട് ഗാലറി. 8-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ പണിയെടുപ്പിച്ച കല്ല് പ്രതിമകളും വെങ്കല പ്രതിമകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഓരോ പ്രതിമയ്ക്കും ഒരു 100 വർഷത്തിന്റെ കഥ പറയാനുണ്ടാവും. ഓരോ പ്രതിമയ്ക്കും താഴെ അത് ആരാണ്, എത്രാം വർഷത്തിൽ പണി കഴിപ്പിച്ചതാണ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ഈ സുവർണ നിറത്തിൽ തിളങ്ങുന്നതാണ് തഞ്ചാവൂർ പാലസിലുള്ള പൂജമഹൽ. ഇടതുവശത്തും വലതുവശത്തുമായി നമുക്ക് കുറെ വെങ്കല പ്രതിമകൾ കാണാൻ സാധിക്കും. CE 6-ാം നൂറ്റാണ്ട് മുതൽ 15-16 നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ നിർമ്മിച്ച വെങ്കല പ്രതിമകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ കാണുന്നത് അങ്ങ് തെക്ക് കിഴക്കൻ ഏഷ്യ വരെ ഇന്ത്യയിലെ വ്യവസായം വികസിപ്പിച്ച രാജരാജ ചോഴന്റെ പ്രതിമയാണ്. 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലുമൊക്കെ ഉപയോഗിച്ചിരുന്ന പൂജാ സാധനങ്ങളാണ് ഇവയെല്ലാം. മുകളിലോട്ട് കയറി വരുമ്പോൾ അതിവിശാലമായൊരു ടെറസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കെട്ടിടത്തിന്റെ അതിവിശാലമായ മേൽക്കൂരയിലുള്ള ചിത്രപ്പണികൾ കാണുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി തോന്നുന്നു. 1712 മുതൽ 1728 വരെയുള്ള 16 വർഷത്തെ കാലയളവിൽ തഞ്ചാവൂർ ഭരിച്ചിരുന്ന സർഫോജി മഹാരാജാവിന്റെ പ്രതിമയാണിത്. 6-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെയുള്ള 12 നൂറ്റാണ്ടുകളിലെ നടരാജ ശില്പങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ കാണുന്ന ശില്പം 10 മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള വർഷങ്ങളിൽ പണി കഴിപ്പിച്ചതാണ്. ഈ ചൂടിന്റെ ഉഷ്ണതയിൽ ഒരു താങ്ങും തണലുമായി ഇഷ്ടം പോലെ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സെഞ്ചി നായക വംശത്തിന്റെ രൂപരേഖയിൽ നായക രാജാക്കന്മാർ പണി കഴിപ്പിച്ച മദനഗോപാല വിലാസ മന്ദിരം എന്നറിയപ്പെടുന്ന ഒരു മണിഗോപുരമാണ് ഇത്. പടിക്കെട്ടുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ എത്തുന്നത് ചെറിയൊരു കുളത്തിലേക്കാണ്. മാളികയെന്നും മദനഗോപാല വിലാസ മന്ദിരമെന്നും മണിഗോപുരമെന്നും ബെൽ ടവർ എന്നും ഇതിന് നാമധേയമുണ്ട്. ഇതുപോലുള്ള ഇടനാഴികളിലൂടെ കയറി ചെന്നാൽ മുകളിലേക്കുള്ള പടിക്കെട്ടുകളിലേക്കാണ് നമ്മൾ ചെല്ലുക. പക്ഷെ അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. അങ്ങനെ മണിഗോപുരവും കണ്ടതിന് ശേഷം തഞ്ചാവൂർ പാലസിനോട് വിട പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും യാത്രയായി. വീണ നിർമ്മിക്കുന്ന കാര്യത്തിൽ തഞ്ചാവൂർ ഫേമസ് ആണ്. അതുകൊണ്ട് വീണ നിർമ്മിക്കുന്ന ഒരു വീട് ലക്ഷ്യമാക്കി ഞാൻ നടന്നു. അങ്ങനെ ചോദിച്ച് തഞ്ചാവൂർ പാലസിനോട് അടുത്തായിട്ട് തന്നെ വീണ നിർമ്മിക്കുന്ന ഒരു വീട് ഞാൻ കണ്ടെത്തി. ഇവിടെ ഇരിക്കുന്ന ഈ ചേട്ടൻ വീണയുടെ ഔട്ടർ റിങ്സിൽ പല ഡിസൈൻസിലും കൊത്തുപണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് മാത്രമല്ല, അകത്തോട്ട് കയറിയാൽ വീണയുടെ പല ഭാഗങ്ങളും നിർമ്മിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.
ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായത് 30,000 മുതൽ 8 ലക്ഷം വരെയുള്ള ബേസിക് ടു അഡ്വാൻസ്ഡ് വീണകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ്. അങ്ങനെ വീണയുണ്ടാക്കുന്ന ചേട്ടന്മാരോട് എല്ലാവരോടും വിട പറഞ്ഞ് ഞാൻ അവിടെ നിന്നും യാത്രയായി. റാപ്പിഡോ വിളിച്ച് ഞാൻ ലക്ഷ്യമാക്കുന്നത് തഞ്ചാവൂർ എന്ന നഗരം എല്ലാവർക്കും അറിയാനിടയുണ്ടായ ഒരു സ്ഥലത്തേക്കാണ്. അതെ, പെരുവുടയാർ കോവിൽ അല്ലെങ്കിൽ ബൃഹദീശ്വര ക്ഷേത്രം. അങ്ങനെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ ഗോപുര കവാടത്തിലേക്ക് ഞാൻ നടക്കുവാണ്. ദോ അങ്ങ് കാണുന്നതാണ് പെരുവുടയാർ കോവിൽ. വീഡിയോയിൽ ചിത്രീകരിച്ച് നിങ്ങളിത് കാണുമ്പോൾ എത്രമാത്രം ഇമ്പാക്റ്റ് തരുന്നുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷെ ഞാനത് നേരിട്ട് കാണുമ്പോൾ എനിക്കിതൊരു അവിസ്മരണീയ കാഴ്ചയായിരുന്നു. ഞാൻ ഇവിടം വരുമ്പോൾ എന്തോ വലിയ ഉത്സവം നടക്കുകയായിരുന്നു. പിന്നീട് ചോദിച്ചപ്പോഴാണ് വരാഹി തിരുവിഴയാണെന്ന് അറിയാനിടയുണ്ടായത്. 3 ഗോപുരങ്ങൾക്കപ്പുറയാണ് പെരുവുടയാർ കോവിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആദ്യത്തെ ഗോപുരം താണ്ടി 2ാമത്തെ ഗോപുരം എത്തി. ഈ ഗോപുരത്തിന് മീതിയുള്ള പല കൊത്തുപണികളും കാണുമ്പോൾ ഇന്നും അവിശ്വസനീയമാണ്. അങ്ങനെ 2ാമത്തെ ഗോപുരം താണ്ടി 3ാമത്തെ ഗോപുരത്തിലോട്ട് പോവുകയാണ്. ഇങ്ങോട്ടേക്ക് നടന്നു പോകുമ്പോൾ തിരക്കേറിയ പോലെ എനിക്ക് തോന്നി. 2ാമത്തെ ഗോപുരം താണ്ടി ഇറങ്ങിയപ്പോൾ കാറ്റിന്റെ കുളിർമ വല്ലാതെ എങ്ങനെ തലോടി. വലത്തെ വഴിയിലുള്ള ആ വഴിയിലൂടെ പോകുന്നത് നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള ഒരിടത്തേക്കാണ്. കോവിലിനകത്തേക്ക് ഉത്സവത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ പല ദൈവങ്ങളുടെയും രൂപങ്ങളും കോലങ്ങളും കൊണ്ടുപോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ അവസാന ഗോപുരവും താണ്ടി അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച പലരുടെയും മനസ്സിൽ ഇന്നും ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് വിശേഷണമുള്ള ബൃഹദീശ്വര ക്ഷേത്രമാണ്. ഇവിടുത്തെ നന്ദിശില ഇന്ത്യയിലെ തന്നെ 2nd ലാർജസ്റ്റ് മൊണോലിത്തിക് നന്ദി സ്റ്റാച്യു എന്നാണ് അറിയപ്പെടുന്നത്. CE ശ്രീ രാജരാജ ചോഴന്റെ നേതൃത്വത്തിൽ പണിത് തുടങ്ങി 1010 CE പണിത് തീർത്ത ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആർക്കിടെക്ചറൽ വണ്ടറാണ് ശ്രീ ബൃഹദീശ്വര ക്ഷേത്രം. പിൽക്കാലത്ത് പാണ്ഡ്യവംശവും വിജയനഗര സാമ്രാജ്യവും മറാത്ത വംശവും നായക വംശങ്ങളെല്ലാം വന്നപ്പോൾ ഇതിന് വന്ന കേടുപാടുകളെല്ലാം പതിയെ പതിയെ നികത്തി തുടങ്ങി. 1987 ബൃഹദീശ്വര ക്ഷേത്രം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിക്കുന്നത്. അങ്ങ് 60 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഖനിയിൽ നിന്നും 1,30,000 ടൺ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നത്. ഈ ക്ഷേത്രം പണിയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാക്ഷാൽ പെരുന്തച്ചൻ രാജരാജ ചോഴൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇനി എത്ര മഹാമാരി വന്നാലും ഈ ക്ഷേത്രത്തിന്റെ നിഴൽ പോലും ഇനി ഭൂമിയിൽ പതിക്കില്ല എന്ന്. അതെ, പെരുന്തച്ചൻ പറഞ്ഞത് വാസ്തവമാണ്. ഉച്ച സമയത്ത് പോലും സൂര്യൻ നേരെ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലും ഈ കോവിലിന്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല. ഇതുകൊണ്ട് തന്നെയാണ് മുന്നേ ഞാൻ പറഞ്ഞത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി റിമാർക്കബിൾ ആർക്കിടെക്ചറൽ വണ്ടറാണ് ഈ കോവിൽ എന്നത്. ഈ കോവിലിന് മറ്റൊരു അത്ഭുതവും കൂടിയുണ്ട്. 1000 വർഷങ്ങൾക്ക് മുൻപേ ഖനനം ചെയ്തെടുത്ത 80 ടൺ ഭാരമുള്ള ഈ കോവിലിന്റെ ഗോപുര ശിഖരം കാലത്ത് സംവിധാനങ്ങളൊന്നും ഇല്ലാതെ തന്നെ എങ്ങനെ 66 അടി ഉയരമുള്ള ആ ഗോപുരത്തിന് മീതെ വെച്ചു എന്നുള്ളത് ഇന്നും ചുരുളഴിയാത്ത ഒരു രഹസ്യമാണ്. പലർക്കും പല അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷേ അതിൽ ഏതാണ് വാസ്തവം എന്ന് ഇന്നും തെളിഞ്ഞിട്ടില്ല. ഇതിലെ കുത്തുപണികളും നിർമ്മിതികളും കാണുമ്പോൾ നമ്മൾക്കിന്നും ഒരു അത്ഭുതം തന്നെയാണ്. ഈ കോവിലിന് ചുറ്റും 108 ശിവലിംഗങ്ങളാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അങ്ങനെ സമയം സന്ധ്യയായി. കോവിലിന് ചുറ്റും ലൈറ്റുകൾ ഇട്ട് തുടങ്ങി. ഇരുട്ടിയപ്പോൾ കോവിലിലെ ഉത്സവത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പരിപാടികൾ നമുക്ക് കാണാം.
അങ്ങനെ ഒരു പാക്കറ്റ് ലഡുവും അതിരസവും വാങ്ങി ബൃഹദീശ്വര ക്ഷേത്രത്തിനോട് വിട പറഞ്ഞ് ഞാൻ യാത്രയായി. അവിടെ നിന്ന് ഒരു ഓട്ടോ കിട്ടാൻ ഞാൻ പെടാപ്പാട് വിട്ടു. അങ്ങനെ അവസാനം ഒരു ഓട്ടോ കിട്ടി ഞാൻ എൻ്റെ റൂമിലേക്ക് പോയി. റൂമിൽ പോയി കുളിച്ചൊരുങ്ങി ഫ്രഷ് ആയതിനു ശേഷം ഞാൻ ഒരു റാപ്പിഡോ വിളിച്ച് നേരെ തഞ്ചാവൂർ ന്യൂ ബസ് സ്റ്റാൻഡിലോട്ട് പോയി. അവിടെ നിന്നാണ് രാത്രി 10:30 എനിക്ക് ബസ്സുള്ളത്. ഞാൻ ഈ കാണുന്ന ബസ്സിൽ കയറി നേരെ എറണാകുളം വൈറ്റിലയിൽ വന്നിറങ്ങി. ഇവിടെ നിന്നും മെട്രോ കയറി നേരെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടെ നിന്നും ഒരു ട്രെയിൻ കയറി കോട്ടയത്തേക്ക് പോകാനാണ് ഞാൻ പോകുന്നത്. ഇതേ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോയതും അവിടെ നിന്ന് തഞ്ചാവൂരിലേക്ക് പോയതും. അങ്ങനെ ആധുനിക ലോകത്തിന്റെ ആന്തരഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നമ്മുടെ തഞ്ചാവൂരിൽ വർഷങ്ങൾക്ക് മുന്നേ പണികഴിപ്പിച്ച തഞ്ചാവൂരിന്റെ അവിസ്മരണീയമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ്. സോ അടുത്ത വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് മീ അതുല്ല സൈനിങ് ഓഫ് ഫ്രം മൈ ചാനൽ. ബൈ.